Hi guys, welcome back to my channel ROOPESH Tech Zone. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ സോങ് ഒരു സറൗണ്ടിങ് ബാസ് ബൂസ്റ്റർ സോങ് ആയി നിർമ്മിക്കാൻ പോവാണ്. അതിനായി നമുക്കൊരു കുഞ്ഞ് ആപ്ലിക്കേഷൻ മാത്രമാണ് ആവശ്യം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ആപ്ലിക്കേഷൻ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഞാൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ചോദിക്കുന്ന പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം ഇക്വാലൈസേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആഡ് ചെയ്യാനായി ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ആഡ് ന്യൂ പ്രിസെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു നെയിം എൻ്റർ ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഇക്വാലൈസർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി മറ്റു ഏതൊക്കെ ഇക്വാലൈസർ ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഓരോ ഇക്വാലൈസർ സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ കാണുന്ന ഈ ഒരു കീകൾക്ക് മാറ്റം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തീം ചേഞ്ച് ചെയ്യാനും അതുപോലെ ഗാലറി, സോങ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സോങ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അതിനായി ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സോങ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്ത സോങ്ങിൻ്റെ ബാസും ത്രിബിളും വോക്കലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. ഇൻസേർട്ട് ചെയ്ത ഈ ഒരു സോങ് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഒരു ബാർ നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ സോങ്ങും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി സോങ് റിമൂവ് ചെയ്യാനാണെങ്കിൽ ഈ കാണുന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്യുന്ന സോങ് യാതൊരു നോയ്സും കൂടാതെ തന്നെയാണ് സേവ് ആവുന്നത്. നമ്മൾ ബാസ് ബൂസ്റ്ററാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഈ ഒരു കീകൾ സെറ്റ് ചെയ്യുക. മുകളിൽ കാണുന്ന ബാസ് ബൂസ്റ്റർ 3D എഫക്റ്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇത് ഫുൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് 8D എന്ന ഈ ഒരു ഓപ്ഷനിലും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇനി സേവ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ബാസിൽ നമ്മുടെ സോങ് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ആപ്ലിക്കേഷനിൽ സേവ് ആവുന്നുണ്ട്. ചില ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ മൈക്ക് ഉപയോഗിച്ചാണ്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് സിസ്റ്റം റെക്കോർഡിംഗ് ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് നോയ്സ് ഒന്നും വരില്ല. ഇപ്പോൾ സോങ് സേവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ക്ലോസ് എന്ന ഈ ഒരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. നമുക്കിനി ബാസ് ബൂസ്റ്റർ മാത്രമായി ഒന്ന് സെലക്ട് ചെയ്യാം. എഫക്റ്റ് 8D എന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല. ഗൈസ്, ഈ ഒരു സോങ് കൂടെ സേവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ സോങ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ കഴിയുന്നിടത്തോളം ഇയർഫോൺ ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 8D എഫക്റ്റ് സേവ് ആയോ ഇല്ലയോ എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സോങ്ങും സേവ് ആയിട്ടുണ്ട്. ഞാൻ ക്ലോസ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് നേരെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഗൈസ്, നമ്മൾ നിർമ്മിച്ച സോങ് ഈ ഒരു ഫോൾഡറിലാണ് വന്ന് കിടക്കുക. നിങ്ങൾ കാണാൻ സാധിക്കും 2 സോങ്ങുകളുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത സോങ് നോക്കാം. ഗൈസ്, ഈ ഒരു സോങ് മുഴുവനായിട്ട് പാടുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യുകയാണ്.
ഗൈസ് നമ്മുടെ ബാസ് ബൂസ്റ്റർ സോങ് അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒറിജിനൽ സോങ് ഒന്ന് നോക്കാം. ഗൈസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ബാസും കുറവാണ്, അതുപോലെ വോളിയം കുറവാണ് ഈ ഒരു സോങ്ങിന്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു കിടു ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കിടിലം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാൻ ഞാൻ രൂപേഷ് സൈനിങ് ഔട്ട്.